വിശദമായി കടക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് വിവരം പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അത്ഭുതകരമെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. CAG റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടായില്ലെന്ന വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുകൊണ്ടുവന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ സംഭവത്തിൽ സർക്കാർ വലിയ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം കടുത്ത രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന കൂടിയല്ലേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്? സജിത്ത്, ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അനർഹ കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന നടന്നത്. അങ്ങനെ 1458 ഉന്നത ഉദ്യോഗസ്ഥർ വരെ, സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇത് കൈപ്പറ്റുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തു. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിന് ഔദ്യോഗികമായി ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കാൻ ലഭ്യമാകുന്ന വിശദീകരണം ഇത്രയധികം ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ മാധ്യമങ്ങൾ അത്രയും പേരുകൾ ഒരുമിച്ച് നൽകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുകയാണ് എങ്കിൽ മുഴുവൻ പേരുകളും ഒരുമിച്ച് കൊടുക്കണം, ഇല്ല എങ്കിൽ ആരുടെയും കൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ്. അതിനപ്പുറത്തേക്ക് അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം സംഘടനാ ജീവനക്കാരടക്കം അല്ലെങ്കിൽ സംഘടനാ നേതാക്കളടക്കം, സർക്കാർ സംഘടനാ നേതാക്കളടക്കം ഇക്കാര്യങ്ങളിൽ പരസ്യമായി ഈ നീക്കത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി ചില അമർശങ്ങൾ ഉണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ, ആരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. 2, ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കൃത്യമായി പരാമർശമുണ്ടായിരുന്നു. 9000-ലധികം ഉദ്യോഗസ്ഥർ സമാനമായ തരത്തിൽ അനർഹമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. 39 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്ന വിശദമായ കണ്ടെത്തൽ കൂടി CAGയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മളടക്കം കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിട്ടതുമാണ്. അതിന് പിന്നാലെയാണ് അതിനെക്കുറിച്ച് കൂടി വിശദമായ ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് സർക്കാർ അപ്പോൾ തയ്യാറായില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കടുത്ത നീക്കത്തിനാണ്. എന്തുകൊണ്ട് സർക്കാർ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. രേഖാമൂലം തന്നെ ഈ ആവശ്യം, പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു.